ആദ്യ പകുതിയുടെ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള നെറേറ്റീവ് സിനിമയുടെ ഡെപ്ത് കുറയ്ക്കുന്നുണ്ട്. പക്ഷേ രണ്ടാം പകുതി ആകുമ്പോഴേക്കും കുറച്ചുകൂടി ഹെവി ആക്ഷനും ഡ്രാമയും കയറി വരും. ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കളികളെക്കുറിച്ചും കുറച്ചുകൂടെ പക്വമായിട്ടാണ് സിനിമ രണ്ടാം പകുതിയിൽ കാണിച്ചിട്ടുള്ളത്. ഒരു പെൺകുട്ടിയെ കൊന്നയാളെ കണ്ടുപിടിക്കുക, കൊല്ലുക എന്ന ബേസിക് ഐഡിയ വെച്ചാണ് പടം മുന്നോട്ട് പോകുന്നതെങ്കിലും ഈ ഒരു ഭാഗത്ത് നമ്മുടെ നായകൻ രണ്ട് സൈഡിലുമുള്ള ആളുകളുടെ അവസ്ഥ കാണുന്നുണ്ട്. ചില ഇമോഷണൽ ആയിട്ടുള്ള പാരലലുകൾ അയാൾ അവിടെ കാണുന്നുണ്ട്. ഒരു ഹോളിവുഡ് മോഡൽ ഡിപ്ലോമാറ്റിക് ത്രില്ലർ ആകാനുള്ള തുടക്കത്തിലെ കാട്ടിക്കൂട്ടലുകൾക്ക് ശേഷം രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു ബാലൻസ് കണ്ടെത്താൻ പടം ഇറാനിലേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇതിൽ പ്രധാനപ്പെട്ട സംഭവമായ ഒരു ബോംബ് സ്ഫോടനം കാണിക്കുന്നത് ഒരു മാനിക്വിൻ ചാലഞ്ച് പോലെയാണ്. 2012 ഉദ്യോഗസ്ഥർ പഴയ സ്റ്റൈല് ഫ്ലിപ്പ് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ആർട്ട് ഡയറക്ഷനിൽ സൂക്ഷ്മത കാണിച്ചിട്ടുള്ള സിനിമയുടെ മേക്കർമാർ ഈ ഒരു സീനിൽ 2012 നിലവിലില്ലാത്ത വണ്ടികളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു കാറിന്റെ മോഡൽ മാറിപ്പോകുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ 2012 റോഡിൽ ടാറ്റ പഞ്ച് കാണിക്കുന്നത് അത്ര മികച്ച ഒരു റിസർച്ചിന്റെ ലക്ഷണമല്ല. മോശമായ വിഷ്വൽ എഫക്ട്സ് ചില ഭാഗത്തൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതെല്ലാം വളരെ മിനിമലാണ്.